നല്ല തണുത്ത് ഇവിടെ നല്ല പൊങ്ങിയ ഉയർന്ന പ്രദേശമാണ്. ഇവിടെ എങ്ങനെ കടൽ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാൻ പറ്റുന്നു സൈഡിലല്ല അവിടെ കൊണ്ട് എത്തിയിട്ട് ഇറങ്ങാൻ പറ്റുന്നു നോക്കിയത്. വർക്ക് കിടക്കണം. കോർട്ടിൻ്റെ പരിപാടിയാണ്. കോർട്ടിൻ്റെ പരിപാടിയാണ്. താഴോട്ട് പോകും. എല്ലായിടത്തും സെക്യൂരിറ്റിക്കാരുണ്ട്. സെക്യൂരിറ്റിക്കാർ നമ്മളെ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുന്ന അവസ്ഥയിലാക്കില്ല. അവർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മളിങ്ങനെ പറഞ്ഞുവിടുകയാണ് പറ്റൂല പറ്റൂല എന്ന് പറഞ്ഞിട്ട്. സാറല്ല എന്തായാലും ഇവിടെ നമുക്ക് ഇത് പോർട്ടിൻ്റെ ഷിപ്പിംഗ് ഓഫീസാണ് കേട്ടോ. അതുകൊണ്ടാണ് കാണിച്ചിട്ട് നമുക്ക് സാധാരണ പോകേണ്ടതാണ് അങ്ങോട്ടൊക്കെ. അപ്പോൾ ഇവിടെ ഒരു ഞായറാഴ്ച ആയതുകൊണ്ടും പിന്നെ നമുക്ക് ഈ സെക്യൂരിറ്റിക്കാർ പറയുന്നത് പോലെ കൊറോണ കാരണം പെട്ടെന്ന് എല്ലാവർക്കും അലോട്ടില്ല. അപ്പോൾ അറിയാമല്ലോ 144 പോലത്തെ നമ്മൾ പ്രഖ്യാപിച്ചതിൻ്റെ കാരണത്താൽ നമ്മളങ്ങനെ കയറ്റില്ല. ഒരാളായാലും കുറേ കടമ്പോറുണ്ട്. അവരുടെ അടുത്ത് തന്നെ നമ്മൾ സംസാരിക്കുകയും സമുദ്രത്തിന് ഒരു വിദ്യുത് ഉത്പാദനമുണ്ട്. സമുദ്ര പരിപാടി വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ബിൽഡിങ്ങിൻ്റെ നേരെ. ഇനി പോർട്ടിൻ്റെ ഭാഗമാണ്. ഇന്റർനാഷണൽ പോർട്ട് അതാണ്. ഇന്റർനാഷണൽ പോർട്ട് ഇതാണ് വരുന്നത്. കടലില്ലേ കുറച്ചുകൂടെ നമുക്ക് അടുത്തോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ദൂരം എന്നുള്ള ചെറിയൊരു കാഴ്ചയാണത്. താഴെ വീടൊക്കെ ഉണ്ട്. അവിടെ ആൾക്കാർ താമസമുണ്ട്. ആൾക്കാരുടെ താമസമൊന്നും താഴെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. വീട്ടുകാരൊക്കെ താമസിക്കാൻ ഇവരൊക്കെയാണ് പുറത്ത് തന്നെ ഇവരുടെയൊക്കെ വീഡിയോ എടുക്കാം. കാരണം നമ്മൾ മറ്റുള്ള രാജ്യത്ത് പോയിട്ട് ആൾക്കാരുടെ ജീവിതം എടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ രാജ്യത്തിലെ ആൾക്കാരുടെ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ഒരുപാട് പേര് അവരുടെ വീടിനെ നമ്മൾ പോർട്ടിന് വേണ്ടി തന്നെ അവർ കൊടുത്തിട്ട് കാശ് മേടിക്കാതെ കൊടുത്തിട്ട് പോകുന്ന ഒരവസ്ഥയിലൊക്കെ ഉണ്ട്. വേറെ കൊണ്ടല്ല, നാട് വികസിക്കണം, നമ്മുടെ രാജ്യം നല്ല നിലയിൽ തന്നെ രക്ഷപ്പെടണം. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ മറ്റുള്ളതിനേക്കാളും നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്തിൻ്റെ വിഷയങ്ങളല്ലേ നമുക്ക് ചെയ്യാം. നോക്കാം. ഇവിടെയൊക്കെ വെള്ളിയാഴ്ചയാണ് കേട്ടോ. ഇവിടെയൊക്കെ വെള്ളിയാഴ്ചയാണ് അവർ ചെയ്യുന്നത്. ക്ലബ്ബൊക്കെ ഉണ്ട്. അങ്ങനെ ഇത് നമുക്ക് ഇവിടെയൊക്കെ വന്നപ്പോഴേക്കും നമുക്കെല്ലാം എടുത്ത് പോകുന്നതല്ല. വലിയൊരു ക്ലബ്ബുണ്ട്, ക്ലബ്ബുകാരുടെ ഒരു സംഭവം. പക്ഷെ ഒരുപാട് ഷോപ്പിംഗ് അടിപ്പിച്ചിരിക്കുന്നത് ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മളെ ഡ്രൈവർ ഇത്തിരി ഫാസ്റ്റാണ്. പുള്ളിക്ക് എന്തോ ഒരു യാത്ര പോകണമെന്നുള്ള ലെവലാണ്. നമ്മൾ പ്രതീക്ഷ വന്നത് കെട്ടില്ല. ശരി, ധാരാളം പേര് ഇവിടെ തിങ്ങി പാർക്കിങ്ങനെ ജീവിക്കുകയാണ്. എല്ലാവരും നല്ല ഇതുണ്ട്. പക്ഷെ ഇവിടുന്ന് പോകരുത്. കാരണം ഇവരാണ് ഇതിൻ്റെയൊക്കെ ഒരു ജീവനാടി. പണിയൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു ഗ്രൗണ്ടാണ്. നമ്മളെ ആൾക്കാർ ജീവിക്കുന്ന
ചരിത്ര പ്രധാനമായ 2 പള്ളിയാണ്, 2 മസ്ജിദുകളാണ്. കുറേ കാലം നോക്കുമ്പോൾ ഏകദേശം ഒരു 400-450 വർഷത്തോളമൊക്കെ പറയുന്നുണ്ട്. ഓളം കാലങ്ങൾക്ക് മുമ്പ് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇപ്പോൾ പാറയ്ക്ക് മേളമുണ്ട്, എല്ലാം പാറയാണ് ഇവരുടെ. ഇവിടെ ഒരാൾക്കാരെ ഖബറെന്ന് വെച്ചാൽ നമ്മൾ മരിക്കില്ല, ചരിത്രങ്ങൾ പറയാനേ. ചരിത്രമാണല്ലോ നമ്മുടെ വിഷയം. ചരിത്രം പറയാൻ പറ്റുന്ന മസ്ജിദുകളും അതിൻ്റെ സ്ഥലങ്ങളുമാണ്. ഒരുപാട് പേരുടെ ഉണ്ടായിരുന്നു ഈ പോർട്ടിൻ്റെ തന്നെ ധാരാളം കഥകൾക്ക് അതുപോലെ നടന്ന സംഭവം എല്ലാ മതക്കാരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു ചിത്രപ്പോട് നിൽക്കുന്ന പ്രദേശമാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം തോന്നണില്ല എന്ന് പറയാൻ കാരണം പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോഴായിരിക്കും പറയുന്നത് സോറി നമുക്ക് ലെവലില്ല. പക്ഷെ എന്താ കേരള മാരിറ്റ് ഇതുവഴി കടലിൽ പോകട്ടെ. അവിടെ കടലിൽ ആൾക്കാർ മീൻ പിടിക്കുന്ന സംഭവം ഒന്ന് നോക്കി വെക്കല്ലേ, അതെങ്കിലും എടുക്കണ്ടേ. നമ്മൾ വന്നിട്ട് അതൊന്നും എടുക്കാതൊക്കെ ഇങ്ങനെ പോകുമ്പോഴേ കുറച്ച് സ്ഥലങ്ങൾ മാത്രം വഴി മാത്രം കണ്ടിട്ട് മീനുണ്ട്, മീനുണ്ട് തലയിൽ നോക്കിക്കൊണ്ടിരിക്കും. ഞാനും അത് ആദ്യമായിട്ട് കാണാം. വഴി അതാണ്, പോകാൻ പറ്റുമോ ഇനി എന്തായാലും കുഴപ്പമില്ല. അവരുടെ ഭാഷയിൽ എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് നോക്കാം. വെള്ളത്തിലായിപ്പോയില്ല നമ്മൾ. ഓക്കെ, വഴിയാണ് നമ്മൾ കുറച്ച് ചാടിയൊക്കെ പോയി നോക്കാം. ആടിപ്പോയി ഇങ്ങനെ കേട്ടോ അവർ പിടിച്ച് തന്നെ. അവരിങ്ങനെ വെള്ളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കണം. ഒരു വലക്കുള്ളിലാണ് സംഭവം ഇങ്ങനെ കയറി കൊടുക്കുന്നത്. ഇതിൽ ഒരാളുണ്ട്, പുള്ളി ടിക്ടോക്ക് മജീദ് എന്നാണ് പുള്ളിയെ പറയുന്നത് കേട്ടോ. പുള്ളി ഇതിന് ഫേമസ് ആണ് നാട്ടിലെ. പുള്ളിയുടെ വിഷമം പറയാണ്.
പുള്ളി വളരെ വിഷമത്തിലാണ്. ടിക്ടോക്ക് നമുക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടാ. എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ ടിക്ടോക്ക്. വേറെ ഒരു ഫംഗ്ഷനും ശരിയാവില്ല. ടിക്ടോക്കാണ് നമ്മള് ഇതില്. ഇപ്പൊ വരും. നമുക്ക് ശരിയാക്കാം, നമുക്ക് ശരിയാക്കാം. ഇക്ക പേടിക്കുന്നത് ഇക്കാക്ക് വേണ്ടി നമ്മളത് ഈ വീഡിയോ തന്നെ ചെയ്തു. ഇപ്പൊ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കാണാം. ഒന്നും കൂടെ ചെയ്തേക്കാം. ഹലോ. ആ ഓക്കെ ഓക്കെ. ഒന്നും കുഴപ്പമില്ല, അവര് കാണാം. അതിന് മാസ്ക് വെക്കണം, കാരണം അവര് എല്ലാം യൂട്യൂബിൽ ഇപ്പൊ ഈ കാണാൻ ഈ അമരക്കാരെന്ന് പറഞ്ഞ ഇതാണ് സംഭവം. പുള്ളിയുടെ വിഷമം പുള്ളി പറയും. നമുക്ക് എന്തായാലും അത് നമ്മൾ ഈ വീഡിയോ തന്നെ ഇന്ന് നമുക്കത് അപ്ലോഡ് ചെയ്യുമ്പോൾ നോക്കാം. ഗവൺമെന്റ് മാറ്റിയാൽ കുറേ ഉണ്ട്. നമ്മള് പ്രതീക്ഷിച്ചതല്ല. ഇതിലൊക്കെ എല്ലാവരും ഭയങ്കര കമ്പനീസാണ്. നമ്മൾ വിചാരിക്കുമ്പോഴൊന്നുമില്ല, ആൾക്കാരെല്ലാം ഭയങ്കര ഐക്യമാണ്. ഇവിടുത്തെ വെളിഞ്ഞം പോർട്ടാണ്, അടുത്ത് ഇന്റർനാഷണൽ പോർട്ടാണ്. ശരി. ഇത് നമ്മളിവിടെ ഹാർബർ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബോംബെ കൊച്ചി ഒന്നുമില്ല. അതാണ് മെയിൻ സ്ഥലം. അതുകൊണ്ടാണ് ഇവരെല്ലാം ഈ ഓരോ മന്ത്രി മാറുന്നോറും ഇത് മാറ്റി വരുന്നത്. ഇതാണ് യഥാർത്ഥ പോർട്ട്. ഇന്ത്യയിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇന്ത്യയിൽ ഏറ്റവും ആഴം കൂടിയ സ്ഥലമാണ് നമ്മളെ വിഴിഞ്ഞം പോർട്ട്. സത്യമാണ് കേട്ടോ, ഈ പറയുന്നത് സത്യമാണ് കേട്ടോ. കാരണത്തിൽ നമ്മൾ സാധാരണ നെറ്റിൽ നോക്കിയാലും അറിയാൻ പറ്റും. ഏറ്റവും കൂടുതൽ 18th 19th സെഞ്ച്വറി, അതായത് കടലിലെ ഏകദേശം സന്തോഷത്തിൻ്റെ ഒരു കണ്ടിച്ച് ഈ വിഴിഞ്ഞം പോർട്ട്. കാരണം ഈ ലൈറ്റ് ഹൗസ് ഉണ്ടല്ലോ, 1972 ചെയ്ത ലൈറ്റ് ഹൗസ് 48 വർഷമായിട്ട് അതിന് അത് മാറ്റിക്കാനുള്ള പരിപാടിയാണ്. ഞാൻ കയറിക്കോട്ടെ. അവരൊന്ന് കയറാനായിട്ട് പെർമിഷൻ കേട്ടോ ബോട്ടിലോട്ട്. ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. നമുക്ക് കാരണം ഭക്ഷണമാണ്. നമ്മൾ ഷൂസിട്ടൊക്കെ ചവിട്ടാൻ പാടില്ല. കാരണം ഒരുപാട് നമ്മൾ ഉൾപ്പെടെ കൊണ്ടുവരേണ്ട ആഹാര സാധനമാണ്. അത് വേണ്ട. ജെല്ല് അല്ലേ? ജെല്ല്. ഓക്കെ, മാറ്റി. അത് നന്നായിട്ട് നമുക്ക് പറഞ്ഞു തന്നുണ്ട്. ഓരോരുത്തരെ നമ്മൾ കാണിച്ചു തന്നോണ്ടിരിക്കുകയാണ് നമ്മള്. ശരി, എന്തായാലും നമുക്ക് ഇവര് തീരുമ്പോൾ തന്നെ 1-2 മണിക്കൂറാണ്. നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അല്ലെ വേറെ ആൾക്കാർ ചെയ്തോണ്ടിരിക്കുകയാണ്. കുറേ മണിക്കൂറുണ്ട്. ഇനി ഇതിനകത്ത് ഒരുപാട് മീനുണ്ട്. ഇത് തീരുമ്പോൾ തന്നെ ഏകദേശം 1-2 മണിക്കൂറോളം എടുക്കും. അടുത്ത് ഈ വലക്കുള്ളിൽ കുടുങ്ങിയതിന് ഇത് ഫ്രഷ് മീനാണ്. ഇതിലിതൊരു ഒരു ഐസ് പോലും വിടാം. അവരിപ്പോ കടലിൽ നിന്ന് ഇപ്പൊ വന്നതാ. ഇത് ബോട്ടാണ്, അവര് വന്ന ബോട്ട്. ശരി, വരുന്നിക്കാം നിങ്ങളെ. പുള്ളിയുടെ പേര് നമ്മൾ കേട്ടില്ല. പേര് മജീദ് ഭായ് പറയുന്നത്. ഇതിന്റെ ന്യൂസ് ഇതിന്റെ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ മീനിലൊക്കെ ഇങ്ങനെ മായം കലർത്തുന്നത്. പക്ഷെ ഒരു ലോകത്ത് കടലിലെ മീനൊന്നും ഒരു മായം ചേർത്തില്ല. കാരണം ഫ്രഷ് മീനാണ് കൊണ്ടുവരണം. പക്ഷെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിന് ശേഷം വ്യാപാരികൾ ഈ മരുന്ന് ഐസ് അങ്ങനെയൊക്കെ ഫ്രഷ് മീനാണ് കടലിൽ ലൈവായിട്ട് കണ്ടിട്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ലോകത്തും കടലിലെ ഒരു മീനിലും അങ്ങനെ ഒരു സത്യമാണ്. കാരണം ഒരുപാട് പൊടികളുണ്ട്, ആൽക്കഹോൾ കാണുന്നത് നമ്മൾ ടിവിയിലും ന്യൂസിലൊക്കെ നെറ്റിലൊക്കെ വന്നാലല്ലേ. അത് ജെല്ലാണല്ലേ? കാരണം കയ്യിലും കാലിലൊക്കെ വന്നാൽ അടിയായിരുന്നു. കുഴപ്പമില്ല. കാരണം നമ്മളെ ക്യാമറ നമ്മളെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുമല്ലേ. ചാനലിന്റെ പേര് അയ്യൂബ് ഖാൻ ചാനൽ. അയ്യൂബ് ഖാൻ ആണ്. ഒന്ന് കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാം നമ്മളെ ടീമുകളാണ്.
കടലൊരു ഒരു സമൂഹത്തിൻ്റെ കഷ്ടപ്പാടാണ്. കാരണം അവർ ഈ പറയും പോലെ ഒരുപാട് വെയിലും കൊണ്ട് കടലിൽ 1-2 ദിവസം എടുത്ത് വീട് അവർ മീൻ പിടിച്ച് വരുമ്പോൾ നമ്മളിവിടെ അധ്വാനിച്ച് മജീബായനത്തിന് നമുക്ക് കാണാം. ടിക്ടോക്ക് മജീദ് സാഹിബിനെ നമുക്ക് കാണേണ്ടി വരും. ശരി, കുഴപ്പമില്ല, നമുക്ക് എന്തായാലും അപ്പം നമ്മൾ വന്നതിനേക്കാളും നമുക്ക് പക്ഷേ മീൻ വലയിലായിട്ട് അവരത് പിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റി. അത് ഇനിയും കുറച്ച് മണിക്കൂറും കൂടെ എടുക്കും. 1-2 മണിക്കൂർ. ഭയങ്കര വെയിലാണുള്ളത്. ഇന്ന് കുറച്ച് കവർ ചെയ്യാൻ പറ്റും. നമ്മൾ ഉദ്ദേശിച്ച് വന്ന വീഡിയോ നമുക്ക് കെയർ കാണാൻ പറ്റില്ല, അറിയാമല്ലോ. എന്തായാലും നമുക്ക് ഇതിനെ തന്നെ ഒന്ന് കണ്ടിന്യൂ ചെയ്ത് അടുത്ത വീഡിയോയിൽ എന്താണെന്നുള്ളത്